ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് ബ്ലെൻഡറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ഒരു സോഫ്റ്റ്വെയറാണ്. നമുക്ക് ആനിമേഷൻ പഠിക്കാനും താല്പര്യമുള്ള ആൾക്കാരോടാണ്. നമ്മൾ ഇത് വരയ്ക്കാൻ അറിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരോട് വേണ്ടിയാണ് ഞാനിത് ഒരു സീരീസ് പോലെ തുടങ്ങിയിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ പഠിക്കുക തന്നെയാണ്. നമ്മളിതിൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് ലൈറ്റ്, ക്യാമറ, പിന്നെ ഒരു ഒബ്ജക്റ്റ്. ഒരു ക്യൂബായിരിക്കും മെയിനായിട്ട് വരുന്നത്. ഇത് നമ്മൾ അത് ഈ ക്യൂബിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യൂബ് സെലക്ട് ആവും. അതേപോലെ തന്നെ ക്യാമറ, ലൈറ്റെല്ലാം ഇതെല്ലാം കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് സെലക്ട് ആവുന്നതാണ്. പിന്നെ ഇത് പഠിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു ഇതായിരിക്കണം. പിന്നെ നമ്മൾ സ്ലാഷ് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ വളരെ അടുത്തേക്ക് കയറി വരുന്നതാണ്. അത് ഈ സൈഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. സ്ലാഷ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒബ്ജക്റ്റ് കുറേ കൂടി അടുത്തേക്ക് വരും. അതേപോലെ ടി അമർത്തി കഴിഞ്ഞാൽ സൈഡിലുള്ള സ്ലൈഡ് ബാർ കുറച്ച് അകത്തേക്ക് കയറിപ്പോകുന്നതാണ്. അതേപോലെ നമുക്ക് 3 കാര്യങ്ങളാണ് കുറേ പഠിക്കാനുള്ളത്. സ്കെയില് എസ്, അത് ഇസെഡ് എന്ന് പറഞ്ഞാൽ മേലോട്ട് സെറ്റ് ചെയ്തതാണ്. അതേ മേലോട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എക്സ് ആയിക്കഴിഞ്ഞാൽ ആ റെഡ് ലൈനിലൂടെ മാത്രം പോകും. വൈ ആക്കി കഴിഞ്ഞാൽ ആ വൈയിലേക്ക് മാത്രം എക്സ്പാൻഡ് ചെയ്യും. അത് വൈ എന്ന് പറയുമ്പോൾ യെല്ലോ ലൈനാണ്, റെഡ് എന്ന് പറയുമ്പോൾ എക്സിലെ ലൈനാണ് വരുന്നത്. പിന്നെ അതേപോലെ ആർ എന്നുള്ളൊരു ബട്ടൺ ഉണ്ടെങ്കിൽ നമുക്ക് റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. അത് ഈ സെയിം തന്നെയാണ്. ഇസെഡ് പ്രസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ വൈ എക്സ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേ ഇത് തന്നെ കറങ്ങും, റൊട്ടേഷൻ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ ജി എന്ന് പറഞ്ഞാൽ ഗ്രാബ് ചെയ്ത് കൊണ്ടുപോകണമാണ്. അത് സെയിം ഇത് തന്നെയാണ്. എക്സ് ആക്സിസിലും വർക്ക് ചെയ്യും, വൈ ആക്സിസിലും പിന്നെ ഇസെഡ് ആക്സിസിലും വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇത് പഠിക്കുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളൊരു ഏതൊരു വീഡിയോ എടുത്താൽ, ഇപ്പോൾ എൻ്റെ ഏതൊരു വീഡിയോ എടുത്താലും അത് സൈഡിൽ പ്ലേ ചെയ്തിട്ട്, അത് കൂടാതെ തന്നെ അത് ഇപ്പുറത്ത് നമ്മൾ അതേപോലെ തന്നെ നോക്കി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ടൈം അത്രയും എന്താ പറയുക, വെറുതെ നോക്കി നിന്ന് കടന്നു പോകണില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ പഠിക്കുന്ന ഒരു സംഭവം ഒരു സൈഡിലും, പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന യൂട്യൂബിൽ നിന്നാണെങ്കിൽ യൂട്യൂബിൻ്റെ ആ സ്ക്രീൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും എനിക്ക് തോന്നുന്നു പെർഫെക്റ്റായിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിന് നമ്മൾ വേറൊന്നും ചെയ്യണ്ട. കീബോർഡിൽ നമ്മൾ വിൻഡോയും പിന്നെ റൈറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന റൈറ്റ് സൈഡിലേക്ക് കൊടുത്തിരിക്കുന്ന ആരോ ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ അത് പകുതി പോർഷൻ മാത്രമേ ഓക്യുപ്പൈ ചെയ്യുള്ളൂ. ബാക്കി പകുതി നമുക്ക് നമ്മുടെ യൂട്യൂബിലെ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ചാനൽ എടുത്തിട്ട് നമ്മൾ അത് നോക്കി കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.